അപ്പോൾ ഇന്നൊരു ടീസർ റിയാക്ഷനായിട്ട് വന്നിരിക്കുകയാണ്. ഒറിജിനൽ ഒഫീഷ്യൽ ടീസർ ശ്രീനാഥ് ബാസി, ഇലക്ട്രോണിക് കിളി, റമീസ്, ഹർഷദ് കക്ക കാക്ക കാക്ക ആ മാസ് മീഡിയ. അപ്പോൾ ലെറ്റ്സ് റിയാക്ട്. ദൈവമേ, ഇനി അടുത്ത 12 വർഷം ഡാർക്കാണല്ലോ. ആത്മഹത്യ ചെയ്താലോ? മീനൊക്കെ എന്താ? എന്ത് പറയാനാണ്, ജീവിതം ഒരുമാതിരി അണ്ണാക്കുമേ പിണ്ണാക്കായിരിക്കണേ. പക്ഷെ എനിക്കിപ്പോ പ്രതീക്ഷയുണ്ട്. നമ്മുടെ കയ്യിലെ ഒരു സൂപ്പർ പവർ. ഇതിപ്പോ എന്താ സംഭവിച്ചത്? പറയൂ റിജൻ, എങ്ങനെയാണ് ഇത് സാധ്യമായത്? A lot of pressures, mockings. Things weren't always easy for you, right? People who are close to me are just concerned. They're just worried about my future. They think they know my future, but they don't. I know my future. I'll be all right. ഇനി നമ്മുടെ സമയം. ഡബിൾ റോളാ? Be all right. ഇനി നമ്മുടെ സമയം. ഓ ഡബിൾ റോളറാ അത് ഇനി ചേട്ടാ മധുരം കുറച്ചിട്ട് അണ്ടിയാ. എനിക്ക് മധുരം കുറച്ചാന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ചേട്ടാ മധുരം കൂട്ടി പറഞ്ഞോ, നല്ലോണം കിട്ടോ. ഒറിജിനൽ വിത്ത് ജെ നോട്ട് ജി. എനിക്ക് പടത്തിലൊരു ഹോപ്പുണ്ട്. ഇത് ഡയറക്റ്റ് ചെയ്ത് റമീസാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട് കേട്ടോ. നല്ലൊരു ട്രെയിലർ, കൊള്ളാം. ഒന്നും റിവീലായിട്ടില്ല, ബട്ട് സംതിങ് ഈസ് ദെയർ. അതിനകത്ത് എന്തോ ഉണ്ട്, ഈ സിനിമയിൽ എന്തോ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു ട്രെയിലർ. ഇതിൻ്റെ ഡയറക്ടർ ആൾ പുതിയതാണെന്നാണ് തോന്നുന്നത്. അയാളുടെ വേറെ ഡീറ്റെയിൽസ് ഒന്നും എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ ടീസർ പ്രോമിസിങ് ആണ്, നല്ല രസമുണ്ട്, ബോറൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കഥ എന്താണെന്ന് റിവീൽ ചെയ്യാതെ നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാണാൻ തോന്നും, ഈ ടീസർ കണ്ടു കഴിഞ്ഞാൽ സിനിമ കാണാൻ തോന്നും. അപ്പോൾ ഇനി സിനിമ ഇറങ്ങട്ടെ. എന്നാണ് ഇതിൻ്റെ റിലീസ്? കമ്മിങ് സൂൺ എന്നേ കൊടുത്തിട്ടുള്ളൂ. ഈ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.